പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്ന് അവർക്ക് പെൻഷൻ കുടിശ്ശികയുണ്ട് എന്നുള്ളതും പെൻഷൻ അനുവദിക്കുന്നില്ല, തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പരാതി. അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിലവിൽ ഇവർ പെരിന്തൽമണ്ണ നഗരസഭയുടെ പെൻഷൻ ഗുണഭോക്താവല്ല. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഇവർക്ക് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. 59-കാരിയായ വസന്തകുമാരിക്ക് പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്നും വിധവാ പെൻഷൻ അനുവദിക്കാനാകില്ല. വസന്തകുമാരി പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പെൻഷൻ ഗുണഭോക്താവായതിനാലാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്നും പെൻഷൻ അനുവദിക്കുന്നതിലുള്ള തടസ്സമെന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ താമസിച്ചു വരുന്ന 59-കാരിയായ വസന്തകുമാരിക്ക് 4 വർഷത്തോളമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്നും പെൻഷൻ തടഞ്ഞുവെച്ചെന്ന പരാതിയിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചറും 24-ാം വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദും. വസന്തകുമാരി നിലവിൽ പെരിന്തൽമണ്ണ നഗരസഭയുടെ പെൻഷൻ ഗുണഭോക്താവല്ലെന്നും പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഗ്രാമപഞ്ചായത്താണ് വസന്തകുമാരിക്ക് പെൻഷൻ അനുവദിച്ചിരിക്കുന്നതെന്നും ഇരുവരും വ്യക്തമാക്കി. കൂടാതെ വസന്തകുമാരി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെന്നും വിധവാ പെൻഷനായതിനാൽ തന്നെ പുനർവിവാഹിതയല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചിട്ടില്ലെന്നും വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ വിശദീകരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്ന് അവർക്ക് പെൻഷൻ കുടിശ്ശികയുണ്ട് എന്നുള്ളതും പെൻഷൻ അനുവദിക്കുന്നില്ല, തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പരാതി. അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിലവിൽ ഇവർ പെരിന്തൽമണ്ണ നഗരസഭയുടെ പെൻഷൻ ഗുണഭോക്താവല്ല. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഇവർക്ക് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ സൈറ്റായിട്ടുള്ള സേവന പെൻഷൻ അടിച്ചു നോക്കിക്കഴിഞ്ഞ് അവരുടെ ആധാർ കാർഡും പെൻഷൻ ID അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്നും അത് എല്ലാവർക്കും എവിടെ നിന്ന് നോക്കിയാലും സുതാര്യമാണ്, എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പാലക്കാട് കോങ്ങാട് ഗ്രാമപഞ്ചായത്താണ് പെൻഷൻ അനുവദിക്കുന്നത്. 3 കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല. ഒന്ന്, മസ്റ്ററിങ് അവർ ചെയ്തിട്ടില്ല. മസ്റ്ററിങ് എല്ലാ പെൻഷൻ ഗുണഭോക്താവും എല്ലാ വർഷവും മസ്റ്ററിങ് ചെയ്യണം. ആഗസ്റ്റ് 25 വരെ സർക്കാർ പെൻഷൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു മസ്റ്ററിങ് ചെയ്യാൻ. അത് കഴിഞ്ഞൊരു 10 ദിവസം എന്നുള്ള രീതിയിൽ ഈ 2025 സെപ്റ്റംബർ 10-നാണ് ലാസ്റ്റ് സൈറ്റ് ക്ലോസ് ചെയ്തത്. അതുവരെയായിട്ടും അവർ പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടില്ല. വിധവാ പെൻഷനാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷം ഇതുപോലെ ഈ ഗുണഭോക്താക്കൾ അതാത് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ അതാത് മുനിസിപ്പാലിറ്റി അവിടെ ഹാജരാക്കണം. അതും ഇവർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതും അവർ ഹാജരാക്കണം. ഇത് 3ഉം ചെയ്യാത്തത് കൊണ്ടാണ് അവരുടെ പെൻഷൻ കിട്ടാത്തത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇവിടെ പറയാനുള്ളത്. കാരണം അവരുടെ ഒരു ഡോക്യുമെന്റ്സും പെരിന്തൽമണ്ണ നഗരസഭയിലില്ല. അവർക്ക് പെൻഷൻ ലഭിക്കേണ്ടത് കോങ്ങാട് പഞ്ചായത്തിൽ നിന്നാണ്. എല്ലാ രേഖകളും അവിടെയാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വർഷവും ഈ പറഞ്ഞ 1480 വിധവകളുടെ ലിസ്റ്റ് നമുക്ക് മുനിസിപ്പാലിറ്റി തരും. 34 കൗൺസിലേഴ്സും തരും. ഇതിൽ പുനർവാഹിതല്ല എന്നുള്ളത് നമ്മൾ ഓരോ കൗൺസിലർമാർക്ക് കൊടുക്കും. ഇപ്പോഴും ആ സമയത്ത് നമുക്ക് ആ ലിസ്റ്റ് കിട്ടുന്നില്ല. എന്നുപോലെ മസ്റ്ററിംഗ് ലിസ്റ്റും നമുക്ക് കിട്ടും. അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യേണ്ടതാണ്. അതിൽ നമുക്ക് ഇവരെ പേര് വരുന്നില്ല. ഇവരെ പേര് മുഴുവൻ വരുന്നത് എവിടെയാണ്? കോങ്ങാടായിരിക്കും. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള 21, 22, 23, 24 വർഷത്തെ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ 25-ാം മാസം സഹകരണ പെൻഷൻ നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചു. ആ സഹകരണ പെൻഷൻ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, സംഭവം തീർന്നു. ഇത്രയേ ഉള്ളത്. ഇപ്പൊ നമ്മളിപ്പോൾ വിളിച്ചുകൂടാന്ന് പറഞ്ഞപ്പോൾ അത് നേരത്തെ ഒരു മാസം 2 മാസം മുമ്പ് ഒരു 24 ചാനലിൽ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പ്രയാസപ്പെടുന്ന സ്ത്രീയല്ലേ, നമ്മൾ വിശദീകരണം അതിന് പോകണ്ടെന്നുള്ള നിലക്കാണ് വീണ്ടും 2 ചാനലുകൾ സിറ്റി ചാനലുകളിൽ ഇത് ആവർത്തിച്ച് വന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ ഇലക്ഷനാണ്. ഇതിപ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലാളുകൾക്ക് ഏകദേശം ധാരണ എന്താണെന്നില്ല. പക്ഷെ പൊതുവിൽ ഇതിങ്ങനെ പുറത്തു പോകുമ്പോൾ ഇത് വിശദീകരിക്കേണ്ടത് ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നിങ്ങളെ വിളിച്ചു കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരു നിലക്കും ഈ വസന്തകുമാരി എന്ന് പറഞ്ഞ സ്ത്രീയുടെ പെൻഷനായിട്ട് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല. വിവിധ പെൻഷനുകളിലായി ഇതുവരെ 6187 പെൻഷൻ ഗുണഭോക്താക്കളുള്ള നഗരസഭയാണ് പെരിന്തൽമണ്ണ നഗരസഭ. പെൻഷൻ മസ്റ്ററിംഗിനായി നഗരസഭയിലെത്താൻ ബുദ്ധിമുട്ടുന്നവർക്കായി ഹോം മസ്റ്ററിംഗ് സമ്പ്രദായവും നഗരസഭ നടപ്പിലാക്കി വരുന്നുണ്ട്. എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിച്ച ഒരു ഗുണഭോക്താവിന്റെയും പെൻഷൻ പെരിന്തൽമണ്ണ നഗരസഭ തടഞ്ഞുവെച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ 6187 പേര് നഗരസഭയിൽ നിന്ന് 5 വിധ പെൻഷനുകളായിട്ട് വാങ്ങുന്നുണ്ട്. 6187 പെൻഷൻ ഗുണഭോക്താക്കളാണ് നഗരസഭയിലുള്ളത്. ഇതിൽ 1483 പേര് വിധവാ പെൻഷൻ മാത്രം വാങ്ങുന്നവരാണ്.
ഈ 5 വിധ പെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഈ എല്ലാ പെൻഷൻ വാങ്ങുന്നവരും യഥാസമയം മസ്റ്ററിങ് ചെയ്യണം. അതുപോലെ തന്നെ ഇവർ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് 60 വയസ്സായിട്ടുള്ള വാർദ്ധക്യ പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ വാർദ്ധക്യ പെൻഷൻ്റെ രേഖകൾ ഹാജരാക്കണം. 60 വയസ്സായി എന്നുള്ളതിനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, സ്കൂൾ സർട്ടിഫിക്കറ്റ് ആകാം, അല്ലെങ്കിൽ പാസ്പോർട്ട്, എന്താണ് അവരുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ അത് ഹാജരാക്കണം. വിധവാ പെൻഷൻ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പുനർവിവാഹം ചെയ്തിട്ടില്ല. ഡിസേബിൾഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിസേബിൾഡ് ആണ് എന്നുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ഇതവർ ഹാജരാക്കിയാൽ ഇതുവരെ പെൻഷൻ ഒരാളുടേത് പോലും നഗരസഭ തടഞ്ഞു വെച്ചിട്ടില്ല. അങ്ങനെ ഒരു കേസ് ഇതുവരെ നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല മസ്റ്ററിംഗ് ഈ സെപ്റ്റംബർ 10 വരെ നഗരസഭയുടെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് നഗരസഭ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇവർ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലാണ് ശ്രീമതി വസന്തകുമാരി. അവരുടെ പെൻഷൻ അവിടെ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ഒരു രേഖയിലും ഇവരുടെ പെൻഷൻ ഇല്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നഗരസഭ പൂർണ്ണമായിട്ടും കിടപ്പിലായിട്ടുള്ള രോഗികളുണ്ട്. അതായത് ഒരാളുടെ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് ഒരാളുടെ പെൻഷൻ പോലും നിന്ന് പോവരുത്, കിട്ടാതെ പോവരുത് എന്നുള്ളൊരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജനപ്രതിനിധികളും ഇതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇതിൽ നല്ലപോലെ ഇടപെടലുണ്ട്. ഹോം മസ്റ്ററിംഗ് വരെ പെരിന്തൽമണ്ണ നഗരസഭ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. കാരണം അവർക്ക് അക്ഷയയിൽ പോകാനുള്ള പ്രയാസമുണ്ട്. കിടപ്പിലായൊരു രോഗിക്ക് പോയി ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് വീട്ടിൽ പോയി അക്ഷയക്കാരെ കൊണ്ടുപോയി മസ്റ്ററിംഗ് ചെയ്യിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നിലയിലും നമ്മൾ ഒരാളുടെ പെൻഷൻ തടഞ്ഞു വെക്കുക, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ നഗരസഭ പോയിട്ടില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വസന്തകുമാരിക്ക് പെൻഷൻ അനുവദിച്ചത് കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുമായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും നിലവിൽ പെരിന്തൽമണ്ണ നഗരസഭയിലില്ല എന്നതും ഒരു വസ്തുതയാണ്. നഗരസഭയിൽ നിന്നും ഇതുവരെയും വസന്തകുമാരിക്ക് പെൻഷൻ അനുവദിച്ചിട്ടില്ലെന്നും ഇരുവരും പറഞ്ഞു. അതായത് വിധവാ പെൻഷന്റെ മാനദണ്ഡ പ്രകാരം ഭർത്താവ് ഉപേക്ഷിച്ചാല് വിധവയായിട്ട് കണക്കാക്കില്ല. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളെ നമ്മൾ വിധവ എന്നുള്ളത് കണക്കാക്കുന്നത് ഇതല്ല. 2015 മുതലാണ് ഇവർക്ക് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. 2025 ജനുവരിയിലാണ് ഇവരെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ളത്. തടഞ്ഞു വെക്കാനുള്ള കാരണം പുനർവിവാഹിത അല്ലാന്ന് കൊടുക്കേണ്ട സമയം അതായിരുന്നു. അത് കൊടുക്കാതെയാണ് നിരന്തരം ഇവര് ജോയിന്റ് ഡയറക്ടർക്ക് പരാതി പോയിട്ടുണ്ട്. തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറിൽ പരാതി പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, സബ് കളക്ടർ, വിവിധ കാര്യാലയങ്ങളിൽ തുടരെ പരാതി പോയിട്ടുണ്ട്. ഈ പരാതികളെല്ലാം പോകുന്നത് പെരിന്തൽമണ്ണ നഗരസഭക്കെതിരാണ്. നഗരസഭ ഇതുവരെ കൊടുത്തിട്ടുള്ള മുഴുവൻ വിശദീകരണങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിന് മുഴുവൻ നഗരസഭ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോയ എല്ലാ പരാതികൾക്കെതിരെയും നഗരസഭയുടെ വിശദീകരണം ഉണ്ട്. അതുപോലെ തന്നെ വിവാഹ ധനസഹായ പദ്ധതി, അതാണ് ഇപ്പം കൗൺസിലർ ഇവിടെ സൂചിപ്പിച്ചത്. വിവാഹ ധനസഹായ പദ്ധതി പ്രകാരം ഇവരുടെ ധനസഹായം നഗരസഭയിൽ നേരിട്ട് അപേക്ഷ തന്നു. അത് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുന്നപ്പള്ളി വായനശാലയ്ക്ക് സമീപം വാടക കെട്ടിടത്തിലാണ് വസന്തകുമാരിയും കുടുംബവും താമസിക്കുന്നത്. 2018, 2019, 2020, 2025 എന്നീ വർഷങ്ങളിലെ പെൻഷൻ തുകയാണ് വസന്തകുമാരിക്ക് ലഭ്യമാകാനുള്ളത്. ഇത് സംബന്ധിച്ച് ചാനൽ 10 വാർത്ത നൽകിയിരുന്നു. ഇതിന് മറുപടിയായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് നഗരസഭാ ഭാരവാഹികൾ വിശദീകരണം നൽകിയത്. കോങ്ങാട് പഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടത്തിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണിതെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു. വസന്തകുമാരിയുടെ മകളുടെ വിവാഹത്തിനായി നഗരസഭ ധനസഹായം നൽകിയിട്ടുണ്ട്. വീടും യാഥാർത്ഥ്യമാക്കി നൽകാനുള്ള ഒരുക്കത്തിലാണ് പെരിന്തൽമണ്ണ നഗരസഭാ ഭരണസമിതി. ഈ 59കാരിയുടെയും കുടുംബത്തിന്റെയും ആശ്രയമായ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.